ഇപ്പൊ നമ്മൾ വന്നേക്കുന്നത് എന്താണ് ഡൺലൂസ് കാസിൽ. ഒരു കാസിലാണ്. ക്ലിഫിന്റെ മേളില് എഡ്ജില് ഉണ്ടാക്കിയേക്കുന്ന ഒരു കാസിലാണ്. ഈ ഡൺലൂസ് കാസിലിന്റെ അഡ്മിഷനും അതുപോലുള്ള എൻട്രി ഫീ ഒക്കെയാണ്. ഒരു അഡൽട്ടിന് £6 വെച്ചാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ പിള്ളേര് അണ്ടർ ദി ഏജ് ഓഫ് 5 ഫ്രീ ആണ്. നമുക്ക് കയറാം. സോ ഇതാണ് ഒരു ബേസിക് ഓവർവ്യൂ. ലിറ്ററലി ക്ലിഫിന്റെ ഏറ്റവും എഡ്ജിലാണ് ഈ കാസൽ ഇരിക്കുന്നത്. അതാണ് ഈ കാസലിന്റെ പ്രത്യേകത. കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ടിക്കറ്റ് കളക്ട് ചെയ്തു. അവിടെ തന്നെ സൊവീനിയേഴ്സ് ഉണ്ട്. ഡൺലൂസ് കാസിൽ റിലേറ്റഡ് ആയിട്ട് സൊവീനിയേഴ്സ് ആർക്കെങ്കിലും കളക്ട് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ കാസിൽ ഇപ്പം പൊട്ടിപ്പൊളിഞ്ഞ രൂപത്തിലാണ് ഇരിക്കുന്നത്. അത് നോക്കണ്ട നിങ്ങൾ. 1600 ഈ കാസൽ പണിതത്. അറ്റ് ദാറ്റ് ടൈം ഡൺലൂസ് എന്ന് പറയുന്ന വൺ ഓഫ് ദ മേജർ ടൗൺ ആയിരുന്നു. അപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാക്കന്മാർ അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരുന്ന ലോർഡ്സ് ആസ് ദി സേ, അവരുടെ ആയിരുന്നു ഈ ഡൺലൂസ് കാസിൽ. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ ഭരണാധികാരി, അത് കഴിഞ്ഞിട്ട് കുറേ രാജാക്കന്മാർ ഇവിടെ മാറി വന്നു. പക്ഷേ ആരായിരുന്നു ഈ ഡൺലൂസ് ടൗൺ ഭരിച്ചുകൊണ്ടിരുന്ന അവരുടെ ആയിരുന്നു ഈ കാസിൽ. ഈ കാസിലോട്ട് വരുന്ന വഴി ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഇത് യു ക്യാൻ കം ബൈ കാർ, അല്ലെങ്കിൽ നമ്മൾ ബസ് വഴിയാണ് വരുന്നെങ്കിൽ 402 ബസ് നമ്പർ എടുത്തിട്ട് സ്ട്രെയിറ്റ് ഡൺലൂസ് കാസിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പിൻ്റെ പേര്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ കാസിൽ. ടിക്കറ്റ് മുമ്പ് പറഞ്ഞ പോലെ £6 പെർ അഡൾട്ടാണ്. ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്, ബട്ട് വെരി ഡേഞ്ചറസ് ടു ലിവ് ഹിയർ. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് വർഷങ്ങൾ, ഇത് പണിതിട്ട് കുറച്ച് വർഷങ്ങളായപ്പോൾ തന്നെ ഈ കാസൽ അബാൻഡൻ ചെയ്യേണ്ടി വന്നു ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക്. പറയപ്പെടുന്നത് 1600 തന്നെ ഒരു സ്റ്റോം ഉണ്ടായിരുന്നു. ഈ സ്റ്റോമിൽ ഈ കാസലിൻ്റെ കിച്ചൻ്റെ ഒരു ഭാഗം ഡിസ്ട്രോയ് ആയി താഴെ പോയി വാട്ടർ ബോഡിയിലോട്ട്. അതിൻ്റെ കൂടെ തന്നെ ആ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് സെർവൻസും ഉണ്ടായിരുന്നു. അവരെല്ലാവരും മരണപ്പെട്ടു. അതോടെ ഈ കാസലിൻ്റെ കുറേ ആൾക്കാർ ഈ കാസൽ വിട്ടുപോയി. അത് കഴിഞ്ഞ് ഓരോ യുദ്ധം വന്നപ്പോഴും ഓരോ ബാറ്റിൽസും വന്നപ്പോൾ ഈ കാസലിൽ ഓരോന്നായിട്ട് ആൾക്കാർ അബാൻഡൻ ചെയ്യാൻ തുടങ്ങി. ഡൺലൂസ് കാസലിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. കാസലും ക്ലിഫ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായിരുന്നു. ആ ബ്രിഡ്ജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതേപോലെ തന്നെ ഈ കാസലിൻ്റെ ഓരോ സ്ഥലത്തിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചെറിയ പ്ലാങ്ക്സിൽ എഴുതിയിട്ടുണ്ട്. സെയിം ഈ ഒരു പർട്ടിക്കുലർ സ്ഥലം, ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം, അതിൻ്റെ സിഗ്നിഫിക്കൻസ് ആയിരുന്നു ഈ കാസലിൻ്റെ ഗേറ്റ് ഹൗസ് ആയിരുന്നത്. അതേപോലെ തന്നെ ഈ കാസലിൻ്റെ ഡൈനിങ് ഹാൾ, അതേപോലെ സഭ കൂടുന്ന സ്ഥലമൊക്കെ പ്ലാങ്ക്സിൽ എഴുതിയിട്ടുണ്ട്. ഒരു ഈരി ഫീലിംഗ് ആണ്, ഒരു നിഗൂഢത നിറഞ്ഞ ഒരു എൻവയൺമെൻറ്റാണ് ഈ ഒരു കാസലിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ. സോ ബേസിക്കലി ഗെയിം ഓഫ് ത്രോൺസ് സീരീസ് കണ്ടവർക്ക് ഒരു ഫ്ലാഷ് ബാക്ക് കിട്ടും ഈ ഒരു സ്ഥലം കാണുമ്പോൾ. ബിക്കോസ് ഇറ്റ്സ് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ലൊക്കേഷൻ ഫോർ ഗെയിം ഓഫ് ത്രോൺസ് സീരീസ്. അതുപോലെ തന്നെ ഈ ലൊക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് മിത്ത്, ഒരുപാട് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ഉണ്ട്. വൺ ഓഫ് ദ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്, എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സ്റ്റോറിയാണ് 1600 തന്നെ ഈ കാസൽ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവിൻ്റെ മോൾക്ക് രാജാവ് കല്യാണം ആലോചിച്ചു. പക്ഷേ ആ മോൾക്ക് ആ കല്യാണത്തിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൾ എന്ത് ചെയ്തു, അവളുടെ ലവറുടെ കൂടെ ഒളിച്ചോടാൻ തീരുമാനിച്ചു. ക്ലിഫിൻ്റെ മേളിലാണല്ലോ കാസലിരിക്കുന്നത്. അപ്പോൾ അവർ ഒളിച്ചോടാൻ തീരുമാനിച്ചത് ഒരു ബോട്ട് വഴിയാണ്. പക്ഷേ ഒളിച്ചോടുന്ന ദിവസം ആ ബോട്ട് ഒരു സ്റ്റോമിൽ പെട്ട് 2 പേരും മരണപ്പെട്ടു. ആ മോളുടെ പ്രേതം ഇപ്പോഴും ഈ കാസലിൽ അലിഞ്ഞു നടപ്പുണ്ടെന്നാണ് ഒരു മിത്ത്. കാലാകാലങ്ങളായിട്ട് ഇവിടെ ഒരുപാട് എക്സ്കവേഷൻസ് നടക്കാറുണ്ട്.
ആ എക്സ്കവേഷൻസിൽ ഒരുപാട് വിലപ്പെട്ട കാര്യങ്ങൾ, വാല്യുബിൾ ഇൻഫർമേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ടൗൺ തന്നെ വിത്ത് ന്യൂമറസ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, കോയിൻസ്, അതേപോലെ രാജാക്കന്മാർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ്സ്, എക്സ്പെൻസീവ് ഗിഫ്റ്റ്സ് ഒക്കെ എക്സ്കവേഷൻ്റെ ഇടയിൽ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഡൺലൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദ ഫോർട്ട്സ് ഓഫ് ദ ഫോർട്ട് എന്നാണ്. പാർഷ്യലി ഡിസ്ട്രോയിഡ് ആൻഡ് അബാൻഡൻഡ് കാസലായിട്ട് കൂടി ഇത് അതീവ ഭംഗിയുള്ള ഒരു കാസലാണ്. അത് ഇതിൻ്റെ പുറകെ ഉള്ള ഹിസ്റ്ററി ആവാം, മിത്താവാം, അല്ലെങ്കിൽ ദ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് വിച്ച് സറൗണ്ട്സ് ദിസ് കാസൽ ആവാം. എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ ഇവിടെ വരുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫെൻസിങ് മാത്രമാണ് കാസലും ഈ സീ അല്ല, ഇത് അറ്റ്ലാന്റിക് ഓഷൻ്റെ നദൻ അയർലൻഡിൻ്റെ കോസ്റ്റൽ ഷോറാണ്. ആ കോസ്റ്റൽ ഷോറും ഈ കാസലും തമ്മിൽ ഈ ഒരു ചെറിയൊരു ഫെൻസ് മാത്രമാണ് ഉള്ളത്. ഇറ്റ്സ് റിയലി ഡേഞ്ചറസ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ശരിക്കും നമുക്ക് ഫീൽ ആവും വൈ സ്ലോലി ഈ ഒരു കാസൽ അബാൻഡൻ ചെയ്യപ്പെട്ടു എന്ന്. വാവ്, സോ ബ്യൂട്ടിഫുൾ. ആക്ച്വലി ഇതിൻ്റെ ഈ ഒരു കാസലിൻ്റെ 4 ദിക്കിലും നല്ല ബ്യൂട്ടിഫുൾ സീനറീസ് ആണ്, എസ്പെഷ്യലി വാട്ടർ ബോഡീസ്. പിന്നെ ഈ കാണുന്നത് ഒരു റോക്ക് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹൈഡിങ് പ്ലേസ് ആണ്. പണ്ട് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ചെറിയൊരു ഹോൾ മാത്രമേ ഉള്ളൂ. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇറ്റ് ഈസ് ക്ലോസ്ഡ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ബട്ട് ഒരു റോക്ക് കട്ട് ചെയ്തിട്ട് ചെറിയൊരു ഹൈഡിങ് പ്ലേസ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇത്. അതോടെ ഡൺലൂസ് കാസലിൻ്റെ ഞങ്ങളുടെ എക്സ്പ്ലോറേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇതാണ് ഡൺലൂസ് കാസലിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ. കാണുമ്പോൾ ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്തു നിന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഹാഫ് ഡാമേജ്ഡ് ആണ്, ബട്ട് സ്റ്റിൽ വെരി ബ്യൂട്ടിഫുൾ. ടൗണൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഹൈക്കൊക്കെ ചെയ്ത് ക്ഷീണിച്ച് ഇരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ പ്ലേസസ് ടു വിസിറ്റ് ഡൺലൂസ് കാസിൽ തന്നെയാണ്. ഒരു പീസ്ഫുൾ എൻവയൺമെൻറ്റ്, പിന്നെ അതുപോലെ ലോട്ട് ഓഫ് ഹിസ്റ്ററി ഇൻവോൾവ്. അങ്ങനെ നല്ലൊരു സ്ഥലം തന്നെയായിരുന്നു ഡൺലൂസ് കാസിൽ. അപ്പം വീണ്ടും കാണുന്നവരെ ബൈ.